ഫറൂഖ് മേഖലയിൽ ഓട്ട് കമ്പനികൾ വ്യാപകമായി പൂട്ടിയതോടെ നാശോന്മുഖമായി 75ഓളം ഏക്കർ ഭൂമി. ഫറൂഖ് കോഴിക്കോട് വ്യാവസായിക മേഖലയാണ് ഓട്ട് കമ്പനികൾ ഉണ്ടായിരുന്ന ഇത്രയേറെ സ്ഥലം വെറുതെ കിടക്കുന്നത്. 2016-18 വർഷത്തിലാണ് ഫറൂഖ് കോഴിക്കോട് മേഖലയിലെ 12ഓളം കമ്പനികൾ പൂട്ടിയത്. ഒരു കാലത്ത് ഓട് വ്യവസായത്തിന്റെ ഈറ്റില്ലമെന്ന നിലയിൽ പ്രസിദ്ധമായിരുന്നു ഫറൂഖ്. 15ഓളം ഓട്ട് കമ്പനികൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണിത്. ഈ പ്രദേശത്തെ പ്രധാന തൊഴിൽ മേഖല കൂടിയായിരുന്നു ഓട്ട് കമ്പനികൾ. എന്നാൽ ഫറൂഖ് മേഖലയിൽ ഓട്ട് കമ്പനികൾ വ്യാപകമായി പൂട്ടിയതോടെ നാശോന്മുഖമായി മാറുകയാണ് 75ഓളം ഏക്കർ ഭൂമി. ഫറൂഖ് കോഴിക്കോട് വ്യാവസായിക മേഖലയിലാണ് ഓട്ട് കമ്പനികളിലുണ്ടായിരുന്ന ഇത്രയേറെ സ്ഥലം വെറുതെ കിടക്കുന്നത്. ഫറൂഖ് മേഖലയിലുള്ള ഓട്ട് കമ്പനികളിൽ ടൂറിസം സാധ്യതയുള്ള പദ്ധതികൾ തുടങ്ങാൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല. ടൂറിസത്തിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് മുൻകൈയെടുത്ത് 1 വർഷം മുമ്പ് ഫറൂഖിൽ ടൈൽ കമ്പനി ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു. ടൂറിസം ഉൾപ്പെടെയുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും മന്ത്രി ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഭൂരിപക്ഷം പേരും നിലപാട് വ്യക്തമാക്കാതെ പിരിഞ്ഞു പോകുകയായിരുന്നു. തുടർന്നും ഈ വിഷയത്തിൽ അനുകൂല പ്രതികരണമുണ്ടായില്ല. കമ്പനികൾ വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥയുണ്ടായതും തീരുമാനമെടുക്കുന്നതിൽ നിന്ന് കമ്പനികളെ പുറകോട്ട് വലിച്ചു. കാട് വെട്ടിത്തെളിച്ച് വില്ലകളാക്കി ടൂറിസം സ്പോട്ടുകളാക്കണമെന്ന വാഗ്ദാനങ്ങളോടും കമ്പനികൾ പ്രതികരിച്ചില്ലെന്നും പറയുന്നു. 2016-18 വർഷത്തിലാണ് ഫറൂഖ് കോഴിക്കോട് മേഖലയിലെ 12ഓളം കമ്പനികൾ പൂട്ടിയത്. പലരും ഇനിയൊരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിർന്ന് കമ്പനികൾ തുറക്കേണ്ടതില്ലെന്ന നിലപാടിലാണ്. 2020ഓടെയാണ് കമ്പനികളുടെ തകർച്ച പൂർണ്ണമായത്. കളിമണ്ണിന്റെ ലഭ്യതക്കുറവും ഖനന നിരോധനവുമൊക്കെയാണ് തകർച്ചയുടെ മുഖ്യ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിദിനം 3 ലക്ഷം വരെ ഓടുകൾ ഈ മേഖലകളിലെ ഓട്ട് കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഫറൂഖിലെയും പുതിയറയിലെയും കോംട്രസ്റ്റ് ഓട്ട് കമ്പനികൾ, കല്ലായി സ്റ്റാർ ടൈൽ വർക്ക്സ് എന്നിവ മാത്രമാണ് നിലവിൽ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.